ഹലോ. അങ്ങനെ ഞങ്ങളെ കുഞ്ഞിൻ്റെ ചോറൂണായിരുന്നു ഇന്നുണ്ടായത്. അങ്ങനെ പറശ്ശിനിയിൽ നിന്നായിരുന്നു ചോറൂണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 8 മണി ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വണ്ടി വിളിച്ചായിരുന്നു പോയിട്ടുണ്ടായത് പറശ്ശിനിക്ക്. ഞാനും ഏട്ടനും എൻ്റെ അമ്മയും അച്ഛനും അമ്മമ്മയും പിന്നെ ഏട്ടൻ്റെ അച്ഛനും അനിയനും മൂത്തമ്മയും ഇത്ര പേരായിട്ടായിരുന്നു പോയിട്ടുണ്ടായത് പറശ്ശിനിക്ക്. ഞങ്ങൾക്ക് പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കെല്ലാം കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങളൊരു 11:30 ടൈമോടെയാണ് പറശ്ശിനിക്ക് എത്തിയിട്ടുണ്ടായത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഞാൻ പൂരിയും ബാജിക്കറിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചായയെല്ലാം കുടിച്ച് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ 11:30 ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പറശ്ശിനിക്ക് എത്തി. അങ്ങനെ അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുന്നുണ്ടായത്. നവരാത്രി ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി അവനെ മുണ്ടുടിപ്പിച്ചു. എന്നിട്ട് അവനെ വെള്ളത്തിൽ ഏട്ടൻ കാലെല്ലാം കഴുകിച്ച് പിന്നെ ഞങ്ങൾ ചോറുണ്ണൽ ഷീട്ടെല്ലാം ആക്കി. പിന്നെ എൻ്റെ അച്ഛൻ അവനെ എടുത്തിട്ട് ചോറ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായത്. അങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളും എല്ലാമായിരുന്നു ഇന്നലെ പറശ്ശിനിയിലുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വേറെ ഒരാൾ ചോറ് കൊടുക്കുന്നുണ്ടായത്. അടുത്തത് ഞങ്ങളായിരുന്നു ചോറ് കൊടുക്കാനുണ്ടായത്. പിന്നെ അവർ ചോറ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പൂജാരി. അങ്ങനെ ഏട്ടൻ പേരെല്ലാം വിളിച്ച് ചോറെല്ലാം കൊടുത്തു കുഞ്ഞിക്ക്. പിന്നെ അടുത്തത് അമ്മേനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാനും ചോറെല്ലാം കൊടുത്തു. പിന്നെ എൻ്റെ അമ്മയായിരുന്നു ചോറ് കൊടുക്കുന്നുണ്ടായത്. പിന്നെ അടുത്തത് എൻ്റെ അച്ഛൻ ചോറ് കൊടുത്തു. പിന്നെ ഉണ്ണിയേട്ടൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അമ്മമ്മയും കണ്ണനും അങ്ങനെ മൂത്തമ്മയും എല്ലാവരും ചോറ് കൊടുത്തു അവിടുന്ന്. പിന്നെ കുഞ്ഞിനെ എൻ്റെ കയ്യിലെല്ലാം തന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഉള്ളിലെല്ലാം കയറി മുത്തപ്പനെ തൊഴുതു ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. നല്ല തിരക്കായിരുന്നു വരിയിലുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം കഴിച്ച് പ്രസാദമെല്ലാം വാങ്ങിച്ച് തിരിച്ച് കുഞ്ഞിക്ക് കളിക്കുന്നതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചന്തയിലൂടെയെല്ലാം നടക്കുന്നുണ്ടായത്. അങ്ങനെ എനിക്ക് കമ്മലും മോതിരം അതെല്ലാം നോക്കി. പിന്നെ കുഞ്ഞിക്കുള്ള കളിപ്പാട്ടെല്ലാം നോക്കി. അങ്ങനെ വീട്ടിലേക്ക് മുത്തപ്പൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നോക്കി അതെല്ലാം കുറച്ച് വാങ്ങിച്ച് എന്നിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടായത്. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് പനിയും ജലദോഷവും അങ്ങനെ കാര്യങ്ങളും എല്ലാം വന്ന് ലാസ്റ്റ് ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്.